കനത്ത മഴയിൽ ബംഗളൂരു നഗരം വീണ്ടും വെള്ളക്കെട്ടിലായി. ബുധനാഴ്ച വൈകുന്നേരം പെയ്ത അതിശക്തമായ മഴയെ തുടർന്നാണ് ബംഗളൂരു നഗരത്തിൽ വെള്ളപ്പൊക്കമുണ്ടായത്. നഗരത്തിന്റെ കിഴക്ക്, തെക്ക്, മധ്യഭാഗങ്ങളിലും ബെല്ലന്റൂരിലെ IT സോൺ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും വെള്ളം കയറി. പല റോഡുകളും വെള്ളത്തിനടിയിലാണ്. റോഡരികിൽ പാർക്ക് ചെയ്ത വാഹനങ്ങളും പ്രദേശത്തെ വീടുകളും വെള്ളത്തിലാണുള്ളത്. നഗരത്തിന്റെ വടക്കുള്ള രാജമഹൽ ഗുട്ടഹള്ളിയിൽ 59 mm മഴ പെയ്തുവെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത 3 ദിവസത്തേക്ക് ബംഗളൂരു നഗരത്തിൽ കനത്ത മഴ പെയ്യാനാണ് സാധ്യത. ഇത് മുൻനിർത്തി നഗരത്തിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബുധനാഴ്ച 7:30യോടെയായിരുന്നു നഗരത്തിൽ മഴ പെയ്തത്. ഇതോടെ ഓഫീസുകളിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് മടങ്ങിയവരിൽ പലരും മെട്രോ സ്റ്റേഷനുകളിലടക്കം കുടുങ്ങി. കനത്ത മഴയിൽ മജസ്റ്റിക്കിന് സമീപം മതിൽ ഇടിഞ്ഞു വീണ് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. 4 കാറുകൾക്കും 2 ബൈക്കുകൾക്കുമാണ് കേടുപാടുകൾ സംഭവിച്ചത്. കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. മാൻഹോളുകളിലേക്കും ബേസ്മെന്റ് പാർക്കിങ്ങിലേക്കും വെള്ളമൊഴുകുന്ന വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. നിരവധി പേരുടെ വാഹനങ്ങൾക്കും കേടുപാട് പറ്റിയിട്ടുണ്ട്. ഓഫീസിൽ പോയവർക്ക് തിരികെ വീട്ടിലെത്തുന്നതിൽ മഴ മൂലം ബുദ്ധിമുട്ടുണ്ടായി. HAL എയർപോർട്ട്, മഹാദേവപുര, ദൊണ്ടനകുണ്ടി, സീഗേഹള്ളി തുടങ്ങിയ നഗരത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ 60 മുതൽ 80 mm മഴ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും മിക്കയിടത്തും രാത്രി 8 മണിക്കും അർദ്ധരാത്രിക്കും ഇടയിലാണ് കനത്ത മഴ പെയ്തതെന്നും കർണാടക സംസ്ഥാന പ്രകൃതി ദുരന്ത നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. അപ്രതീക്ഷിതമായ വെള്ളം എത്തിയതോടെ നിരവധി പേരുടെ വാഹനങ്ങൾക്കും കേടുപാട് പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ മാസമുണ്ടായ അതിശക്തമായ മഴയിൽ ബംഗളൂരു നഗരം ഏറെക്കുറെ പൂർണ്ണമായും വെള്ളത്തിലായിരുന്നു.